74-ാം വയസ്സിൽ പ്രായാധിക്യത്തെ കടത്തിവെട്ടി ബികോം പഠിക്കാൻ പ്രവേശനം നേടിയിരിക്കുകയാണ് ഇലഞ്ഞി പഞ്ചായത്തിലെ മടുക്ക എഴുകാമല വീട്ടിൽ തങ്കമ്മ കുഞ്ഞപ്പൻ. MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് പഠനം. ചെറുപ്പത്തിൽ 8ാം ക്ലാസ്സിൽ പഠനം നിർത്തിയ തങ്കമ്മച്ചേട്ടത്തി തൊഴിലുറപ്പ് പദ്ധതിയിൽ മേറ്റ് സ്ഥാനം ലഭിക്കാൻ 10ാം ക്ലാസ് യോഗ്യത വേണമെന്ന അറിവാണ് 74% മാർക്കോടെ സാക്ഷരതാ മിഷൻ വഴി 10ാം തരം പാസ്സാകാൻ കാരണമായത്. അതിനുശേഷം 2024 സാക്ഷരതാ മിഷൻ വഴി 78% മാർക്കോടെ +2 പാസ്സായി. വീണ്ടും തുടർ പഠനം എന്ന ആഗ്രഹവും നാട്ടുകാരുടെ പ്രോത്സാഹനവുമാണ് കോളേജ് പഠനത്തിലേക്ക് നയിച്ചത്. പഠനത്തിന് അഡ്മിഷൻ നൽകിയ വിസാറ്റ് കോളേജ് തങ്കമ്മച്ചേട്ടത്തിയുടെ മുഴുവൻ പഠന ചിലവും സൗജന്യമായി നൽകുമെന്നും അറിയിച്ചു. കോട്ടയം രാമപുരം പഞ്ചായത്തിലെ വെള്ളിലാപ്പള്ളിയിലാണ് ജനനം. ഇലഞ്ഞി നിര്യാതനായ തങ്കപ്പൻ എഴുകാമലയിലാണ് ഭർത്താവ്. മക്കൾ ബാബു കുഞ്ഞപ്പൻ, ലീന കുഞ്ഞപ്പൻ. മകൻ ബാബുവിൻ്റെ ഒപ്പമാണ് താമസം. ഈ വർഷം പുതിയതായിട്ട് അഡ്മിഷൻ എടുത്തതിൽ നമ്മുടെ തങ്കമ്മേടത്തിയുമുണ്ട്. 74-ാമത്തെ വയസ്സിലാണ് തങ്കമ്മേടത്തി ബികോം പഠിക്കാനായിട്ട് വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ 10ാം ക്ലാസ്സും അതുപോലെ തന്നെ +2 സാക്ഷരതാ മിഷനിലൂടെ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ റെഗുലറായിട്ട് ബികോം പഠിക്കാൻ താല്പര്യപ്പെട്ട് വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പം അതിലെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് തങ്കമ്മേടത്തിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഒരു നിമിഷമാണ് ഇന്ന്. ശരിക്കും ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് 74-ാമത്തെ വയസ്സിൽ മെയിൻ സ്ട്രീമിൽ തന്നെ, അതായത് എല്ലാ ദിവസവും കോളേജിൽ വന്ന് പഠിക്കുന്ന വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് തന്നെ തങ്കമ്മച്ചേട്ടത്തി ബികോം ഓണേഴ്സ് ഈ വർഷം MG യൂണിവേഴ്സിറ്റി വിഭാവനം ചെയ്തിരിക്കുന്ന എല്ലാം 4 വർഷ ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകളാണെന്ന് അറിയാമത്. അതിലേക്ക് അഡ്മിഷൻ നേടിയിരിക്കുകയാണ്. ഏറ്റവും എനിക്ക് വ്യക്തിപരമായി ഇതിനകത്തൊരു വലിയ അഭിമാനമുള്ളത് ഇക്വലൻസി പ്രോഗ്രാമിലൂടെയാണ്. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ഇക്വലൻസി പ്രോഗ്രാമിലൂടെയാണ് തങ്കമ്മച്ചേട്ടത്തി 10ാം തരവും അതുപോലെ തന്നെ +2 ഡിഗ്രി തരവും പാസ്സായത്. തോന്നുന്നത് 10ാം ക്ലാസ് ജയിച്ചു കഴിഞ്ഞപ്പോൾ നല്ല മാർക്കുണ്ട്. അപ്പൊ പിന്നെ എനിക്ക് ഡിഗ്രിക്കും പോകണമെന്ന് തോന്നി. വിദ്യാഭ്യാസം നല്ലതാണല്ലോ, ഒത്തിരി അറിവായി. എല്ലാവരും വിദ്യ അഭ്യസിച്ചപ്പം അതിൻ്റെ ഒരു മേന്മ, അതിൻ്റെ ഒരു ഇതെനിക്ക് മനസ്സിലായി. പലയിടത്തുനിന്നും 10 ജയിച്ചു തങ്കമ്മച്ചേച്ചിന്നും പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു സന്തോഷം എല്ലാവരുടെയും മുമ്പിൽ നിന്നും കിട്ടിയപ്പോൾ എനിക്കതൊരു പ്രചോദനമായി എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അത് പണ്ട് ഇത്രയതിനെ പറ്റിയുള്ള ഇത്രയും ഒരു അറിവ്, ഇന്നിപ്പം വിദ്യ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അന്ന് എനിക്ക് ഇത്രയും ഇല്ല, കളിച്ച് നടക്കേണ്ട പ്രായം. അപ്പം അതിനെപ്പറ്റി ഇത്രയൊരു ചിന്ത വന്നില്ല. അതാണ് കോളേജിൽ വന്നിട്ട് ഇപ്പം 2-3 പ്രാവശ്യം കോളേജിൽ വന്നു. ഇത് നേരത്തെ പഠിച്ച് ഇങ്ങനെ ഒരു കോളേജിൽ ചേരാൻ ഒത്തില്ലല്ലോ എന്ന് എനിക്കിപ്പം ഭയങ്കര നിരാശയാണ്. വിസാറ്റിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി ഞാൻ വളരെ അഭിമാനിക്കുന്നു. കാരണം അവിടെ വരികയും എടുക്കുകയും ചെയ്യും. പിന്നെ എനിക്ക് BA പോകണമെന്നായിരുന്നു. അപ്പം അത്രയും ദൂരെ പോകാനും ഒക്കെ ഉള്ള ഒരു സാമ്പത്തികവും നമുക്കില്ല. ദൂരം ഞാൻ തന്നെ ഉള്ളൂ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ്. ഇനി അഥവാ ഒന്ന് വണ്ടി കിട്ടിയില്ല തന്നെ എൻ്റെ ആൾക്കാർ വന്ന് കൊണ്ടുപോയിക്കോളും. പിന്നെ അവിടെ ചെന്നപ്പം നമുക്ക് വിസാറ്റ് എഞ്ചിനീയർ കോളേജിൽ നിന്ന് പഠിക്കുന്നു പറയുമ്പോൾ അത് നമുക്കൊരു ഭയങ്കര ഇതായിട്ടാണ് ഞാൻ കരുതുന്നത്. ആർട്സും ഒക്കെ കൂടെയുള്ള ഒരു കോളേജിൽ അവിടെ പഠിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ഇതിൽ കാണിക്കണം എന്നുകൊണ്ട്. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്കതൊരു വലിയ വിസാറ്റ് കോളേജിൽ നിന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതിന് ഒരു വേദി ഒരുക്കി തന്ന എല്ലാവരോടും എനിക്ക് എന്താ പറയണ്ടേ, വളരെ നന്ദി ഉണ്ട്. ആദ്യമേ തന്നെ ഇത് ചെയർമാന്റെ പെർമിഷൻ മേടിക്കണമായിരുന്നു. രാജീവ് സാറിനോട് പറഞ്ഞു. ചേട്ടത്തി ഇങ്ങനെ തൊഴിലുറപ്പിനൊക്കെ പോകുന്ന ആളാണ്, സ്വന്തമായിട്ട് തന്നെ അധ്വാനിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ചെയർമാൻ പഠനത്തിനുള്ള മുഴുവൻ ഫീസ് ഫ്രീ ആയിട്ട് അനുവദിച്ചു കൊടുത്തു. യൂണിവേഴ്സിറ്റി ഫീസ് മാത്രം അടച്ചാൽ മതി. അത് ചേട്ടത്തി പറഞ്ഞു, അല്ല എനിക്ക് ഫ്രീ ഒന്നും വേണ്ട, ഞാൻ പൈസ അടച്ചോളാം എന്ന് പറഞ്ഞു. ഇപ്പൊ വന്നാൽ ഉടനെ രാവിലെ ചോദിച്ചു, ഈ യൂണിഫോമിന്റെ പൈസ എന്റെ ബാഗിലുണ്ട്, ഇപ്പൊ തരാം. പിന്നെ തന്നാൽ എനിക്ക് ചിലവായി പോകും, മേടിച്ചോളം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായിട്ടും പഠനം സൗജന്യമാണ്. ചേട്ടത്തേക്ക് യൂണിവേഴ്സിറ്റി പരീക്ഷയുടെ ഫീസ് മാത്രം അടച്ചാൽ മതിയാവും. അതാണ് ഒന്ന്.
ഇലപുള്ളി വില്ലേജ് എടക്കോലി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമം. അവിടെ ഗവൺമെന്റ് UP സ്കൂളിലാണ് 7 വരെ പഠിച്ചത്. പിന്നെ 8ാം ക്ലാസ്സിൽ മുഴവൂര് OLLHS 2 വർഷം പോയി, തോറ്റുപോയി, പിന്നെ പോയില്ല. 70 കയറി കഴിഞ്ഞപ്പോഴേക്ക് ഒരു നല്ലൊരു ജീവിതത്തിലേക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പം ഇതിനേക്കാളും മാർക്ക് കുറവുള്ള കുട്ടികളാണ് ബികോമിൽ ചിലപ്പം ചിലർക്ക് എടുത്തിട്ടുണ്ടാകുക അഡ്മിഷൻ എടുത്തതിൽ. അപ്പൊ അതിനേക്കാളും കൂടുതൽ മാർക്കുള്ള തങ്കമഞ്ചേരി തീർച്ചയായിട്ടും അവരെക്കാളൊക്കെ ഒരു ബെറ്റർ പെർഫോമൻസ് കാണിച്ച് നല്ലൊരു വിജയം തീർച്ചയായിട്ടും എടുക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പം തങ്കമഞ്ചേരിക്ക് എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേരുന്നു. ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത